അഴിമതിക്കാർക്ക് ചുവപ്പ് പരവതാനി. അഴിമതിക്കെതിരെ പറയുന്നവന് ഒരു മുഴം കയറിൽ അഭയം പ്രാപിക്കേണ്ട സാഹചര്യം. അഴിമതിക്കാർക്ക് താരാട്ട്. അഴിമതി വിളിച്ചു പറയുന്നവനെ തെറി പറഞ്ഞ് പുറത്താക്കുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമീപകാല അവസ്ഥയാണിത്. പാർട്ടി ഏതാണെന്നല്ലേ? കേരളത്തിൽ തേനും പാലും ഒഴുക്കും തങ്ങൾ അധികാരത്തിൽ വന്നാലെന്ന നാഴികയ്ക്ക് 40 വട്ടം നാലും കൂടിയ നാൽക്കവലകളിൽ 4 മുളം നീളമുള്ള നാക്കുമായി വിളിച്ചു പറയുന്ന BJPയുടെ ദയനീയ സ്ഥിതിയാണ്. തിരുമല അനിൽ എന്ന് പറയുന്ന BJPയുടെ കൗൺസിലർ, തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ, തന്റെ ജീവിതം ഹോമിച്ചത് ഒരു മുഴം കയറിലാണ്. കാരണം എന്താണെന്നല്ലേ? താൻ സെക്രട്ടറി ആയിരുന്ന സഹകരണ സംഘത്തിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാക്കന്മാരും സജീവ പ്രവർത്തകരും ലോൺ എടുത്തു കൊണ്ടുപോയിട്ട് ആ ലോൺ തിരിച്ചടിക്കാതെ തിരുമല അനിലിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരാൾ താൻ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, BJPയുടെ മുൻ സംസ്ഥാന വക്താവ് MS കുമാർ. തന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനത്തിലെ 70% ലോൺ നൽകിയതും BJPക്കാർക്കാണ്. ആ ലോൺ എടുത്തതിൽ BJPയുടെ സംസ്ഥാന സെല്ല് ഭാരവാഹികൾ പോലുമുണ്ട്. എന്നാൽ ലോൺ എടുത്ത 90% ആളുകളും ഈ പണം തിരിച്ചടയ്ക്കുന്നില്ല. താൻ എന്തു ചെയ്യും? ആത്മഹത്യ അല്ലാതെ തന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലെന്ന് MS കുമാർ കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ K സുരേന്ദ്രനെ മാറ്റി ഒരു കോർപ്പറേറ്റ് മുതലാളിയെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരെയും അയാൾക്കൊരു പുച്ഛമാണ്. രാജീവ് ചന്ദ്രശേഖർ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, സ്വന്തം പാർട്ടിക്കാർ നടത്തിയ അഴിമതിയുടെ ഫലമായി സ്വന്തം പാർട്ടിക്കാർ വഞ്ചിച്ചതിന്റെ പേരിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേരളീയ സമൂഹം ചോദിക്കുകയാണ്. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ അപമാനിച്ചതിൽ ആനന്ദം കണ്ടെത്തുന്ന രാജീവ് ചന്ദ്രശേഖരൻ, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരെ തെറി പറഞ്ഞതിൽ ആനന്ദം കണ്ടെത്തുന്ന രാജീവ് ചന്ദ്രശേഖരൻ, കേരള രാഷ്ട്രീയത്തിന്റെ എത്തിക്സ് 7 അയലത്ത് കൂടി കടന്നു പോകാത്ത രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം BJPയിൽ കൂട്ട ആത്മഹത്യയാണോ നടക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ MS കുമാർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കഥകൾ പലതുണ്ട്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സ്റ്റാഫായിരുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾക്കത് പുറത്തു പറയേണ്ടി വരും. അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് BJPയുടെ മുൻകാല നേതാക്കന്മാരും ഇപ്പോൾ ഭാരവാഹിത്വത്തിൽ ഇല്ലാത്ത ആളുകൾ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലത് പുറത്തു പറയാൻ കഴിയില്ല. കാരണം അവരുടെ സമ്മതമുണ്ടെങ്കിൽ അടുത്ത നിമിഷം അത് പുറം ലോകത്തോട് വിളിച്ചു പറയും. ഇപ്പോൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്ന നേതാക്കന്മാരുടെ വീട്ടിന്റെ അകത്തളങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും ഓർത്തുകൊണ്ടെങ്കിലും അവർക്ക് അർഹമായ പരിഗണന നൽകാൻ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ താങ്കൾ തയ്യാറാകണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തെത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയം ഏത് ദിശയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ത്രാണി വേണം. എതിരാളികളായ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ, കോൺഗ്രസ് നേതാക്കന്മാരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPക്കാരൻ, സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന അഴിമതിക്കാരെ, അവർക്ക് താരാട്ട് പാടുന്ന, അവർക്ക് കച്ചേരി നടത്തുന്ന, അവരെ പാരൂട്ടി വളർത്തുന്ന ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടന്ന കോടികളുടെ വെട്ടിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കരുവന്നൂർ മോഡൽ തട്ടിപ്പ് BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടന്നിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ അഴിമതിയുടെ ചന്തയായി മാറിയിരിക്കുകയാണ്. അഴിമതിയുടെ ആറാട്ട് നടക്കുന്ന ഈ അഴിമതി ചന്തകളെ കുറിച്ച് സംസ്ഥാന സർക്കാർ അന്വേഷിക്കില്ല. കാരണം എന്താ? കേരളത്തിലെ BJPയും CPMഉം ഇപ്പോൾ ഒരേ ധ്രുവത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാ. കേരളത്തിലെ BJPയും CPM ഇപ്പോൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന കമിതാക്കളായി മാറിയിരിക്കുകയാണ്. പരസ്പരം ചുംബിക്കുന്ന കമിതാക്കളായ CPMഉം BJPയും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ കേരളത്തിൽ ഹോമിക്കപ്പെടേണ്ടി വരും.
എന്തായാലും ഈ വിഷയത്തിൽ MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുറന്നു പറച്ചിലും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.